പെൺകുട്ടിക്ക് നേരത്തെ അറിയാമായിരുന്നു പരീക്ഷയിൽ ചുവന്ന പേന കൊണ്ട് ഉത്തരങ്ങൾ എഴുതിയാൽ തനിക്ക് മാർക്ക് കിട്ടില്ല എന്ന്. എന്നിട്ടും അവൾ ആ നിയമം അവഗണിച്ചു. അവൾ അവസാനത്തെ ചോദ്യത്തിൽ ഒരു പ്രത്യേക അടയാളം വെച്ചു. കാരണം റിസൾട്ട് വരുമ്പോൾ തന്റെ കൗശലക്കാരിയായ അനിയത്തി തന്റെ മാർക്കുകൾ മാറ്റുമെന്ന് അവൾക്കറിയാമായിരുന്നു. മുൻ ജന്മത്തിൽ ഇതേ തെറ്റു കാരണം അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ജീവിക്കാനുള്ള പ്രതീക്ഷ പോലും അവൾ ഉപേക്ഷിച്ചു. പിന്നീട് അനിയത്തിയാണ് മാർക്കുകൾ തമ്മിൽ മാറ്റിയതെന്ന് അവൾ അറിഞ്ഞു. ഒരുപക്ഷേ ദൈവം അവളെ വീണ്ടും ഒരവസരം നൽകാൻ തിരിച്ചയച്ചതാകാം. കോളേജ് എൻട്രൻസ് പരീക്ഷയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പാണ് അവൾ പുനർജനിച്ചത്. ഇത്തവണ തന്റെ അവകാശം തിരിച്ചുപിടിക്കുമെന്ന് അവൾ ശപഥം ചെയ്തു. എന്നാൽ അധികം വൈകാതെ തന്നെ അനിയത്തിയുടെ കൈവശം സ്കോർ സ്വാപ്പിംഗ് സിസ്റ്റം എന്നൊരു പ്രത്യേക സംവിധാനമുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അതുപയോഗിച്ച് അവർക്ക് രണ്ടുപേരുടെയും റിസൾട്ടുകൾ പരസ്പരം മാറ്റാൻ കഴിയുമായിരുന്നു. ഈ സിസ്റ്റം കാരണം അനിയത്തിക്ക് പഠനത്തിൽ യാതൊരു താൽപര്യവുമില്ലായിരുന്നു. നേരെ മറിച്ച് അവൾ തന്റെ ചേച്ചിയോട് ദിവസവും കഠിനാധ്വാനം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഇത്തവണ തന്റെ കഠിനാധ്വാനം ചെയ്യുന്ന ചേച്ചി പൂർണ്ണമായും മാറിയത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അവൾ ദിവസം മുഴുവൻ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു. ഇത് കണ്ട അനിയത്തി ദേഷ്യപ്പെടുകയും ഇനിയെങ്കിലും പഠിക്കൂ എന്ന് രോഷത്തോടെ പറയുകയും ചെയ്തു. ശബ്ദം കേട്ട് അമ്മയും സഹോദരനും അവിടേക്ക് വന്നു. എല്ലാവരും അവൾ പഠിക്കാത്തതിന്റെ പേരിൽ വഴക്കു പറയാൻ തുടങ്ങി. പക്ഷേ പെൺകുട്ടി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. താൻ ഹാർവാർഡിൽ അഡ്മിഷൻ നേടുമെന്ന് അവൾക്കുറപ്പുണ്ടായിരുന്നു. മാതാപിതാക്കൾ വളരെ സന്തോഷിക്കുകയും ആഘോഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരുടെയും ബോധം പോയി. അവളുടെ സ്കോർ വെറും 10 ആയിരുന്നു. അമ്മ ദേഷ്യം കൊണ്ട് ഭ്രാന്തിളകിയ പോവുകയായി. അവൾ വീടിന്റെ മുഴുവൻ അഭിമാനവും കളഞ്ഞുകുളച്ചെന്ന് പറഞ്ഞു. അവളുടെ പഴയ ഗ്രേഡുകളെല്ലാം കള്ളമായിരുന്നുവെന്ന് മറ്റുള്ളവർ പറയാൻ തുടങ്ങി. അപ്പോഴാണ് ചെറിയ സഹോദരി മുന്നോട്ടു വന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും യഥാർത്ഥ ടോപ്പറെ കാണാമെന്ന് അവൾ പറഞ്ഞു. അവൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്റെ റിസൾട്ട് നോക്കാൻ തുടങ്ങി. എന്നാൽ സ്ക്രീനിൽ മാർക്കുകൾ വന്നപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ തള്ളിപ്പോയി. അവളുടെ സ്കോർ വെറും 0 ആയിരുന്നു.